അപ്പോൾ നമ്മുടെ ആദ്യത്തെ അൺബോക്സിങ് പരിപാടിയാണ്. എല്ലാം ബോക്സ് ആക്കിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. ഇതിലെന്തൊക്കെയുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓരോന്നോരോന്നായിട്ട്. മെയിൻ ഐറ്റം നമുക്ക് വാട്ടർ സപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പാണ്. പിന്നെയുള്ളത് ഒരു ടൂളാണ്, സ്പാനർ പോലെയൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് വലുപ്പത്തിലുള്ള സംഗതിയാണ്, പ്ലാസ്റ്റിക്കാണ്. ടൈ ഉണ്ട്, നമുക്ക് ഈ പൈപ്പും കാര്യങ്ങളൊക്കെ കെട്ടാൻ ഉപയോഗിക്കാം, ടൈറ്റ് ചെയ്യാൻ. പിന്നെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള മോട്ടർ, അതിന് താഴെയായിട്ട് തന്നെ നമുക്ക് വാട്ടർ ഫിൽറ്ററും കൂടി ഉണ്ട്, അങ്ങനെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ ചെറിയൊരു കവറിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് സപ്ലൈ ചെയ്യാൻ, ഫോഗ് ക്രിയേറ്റ് ചെയ്യാനും എക്സ്റ്റൻഷൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കണക്റ്റേഴ്സാണത്. ആ ബോക്സിലുള്ളത് ആ നോസിലാണ് മിസ്റ്റ് മേക്ക് ചെയ്യുന്നത്. പിന്നെ പൈപ്പ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കട്ടറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിൽ നമുക്കുള്ളത്. വളരെ കുറച്ച് സംഗതികൾ മതി കേട്ടോ നമുക്ക് ഇത് ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട്. മോട്ടർ ഓൾറെഡി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഞാനതൊന്ന് നോക്കുമായിരുന്നു. നമ്മൾ ഈ ടാങ്കിലേക്കുള്ള കണക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമ്പോൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മിസ്റ്റ് മേക്കറിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ടീ ഇട്ടിട്ട് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്ലംബിംഗ് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഇലക്ട്രിക് വർക്ക് കൂടെ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ ഈസിയാണ് ഇത് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല ഇവിടെ നിന്ന് എടുക്കാനുള്ള കാരണം വെച്ചാൽ ബാക്കി ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഓൾറെഡി ഈ പ്ലംബിങ്ങിന്റെ പൈപ്പ്, വാട്ടർ പൈപ്പ് സപ്ലൈ ചെയ്യുന്ന പൈപ്പ് നമ്മൾ ഓൾറെഡി സിമെന്റ് വെച്ച് ലോക്ക് ചെയ്തുകൊണ്ട് അവിടെ പൊട്ടിച്ചെടുക്കാൻ റിസ്ക്കാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു ഓപ്പൺ സ്പേസ് കിട്ടിയത്. ഇച്ചിരി റിസ്ക് ഉണ്ട്, എന്നിരുന്നാലും നമ്മളത് ഇവിടെ കണക്ട് ചെയ്യാൻ പോവാണ്. 1-2 ചെറിയ കട്ടിങ്ങുകളെ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ആക്സോ ബ്ലേഡിന് ഞാൻ വലിയ ഫ്രെയിമും കാര്യങ്ങളൊന്നും സെറ്റാക്കിയിട്ടില്ല, ജസ്റ്റ് ആ ബ്ലേഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും കയ്യിലത് ഹോൾഡ് ചെയ്യുമ്പോൾ 2 തലയും ഷാർപ്പ് ആയിട്ടുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം. ആദ്യത്തെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തു. അങ്ങനെ നമ്മൾ അതിലേക്കാണ് പിന്നീട് നമ്മൾ ആദ്യ ഭാഗം അടിഭാഗം നമ്മൾ എന്ത് ചെയ്ത് വെക്കുക, ജോയിൻ്റ് ചെയ്ത് വെക്കുക. പക്ഷെ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഇറക്കി വെക്കുമ്പോൾ എന്തെങ്കിലും ലെങ്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ അതും കൂടി ഒരു കഷ്ണം മുറിച്ച് കളഞ്ഞിട്ട് കറക്റ്റായിട്ട് തന്നെ പശ തേച്ച് എടുക്കുക. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വർക്കാവുമ്പോൾ കട്ട് ചെയ്ത് മാറ്റുക കണ്ടോ. അപ്പോൾ 2 കഷ്ണമാണ് നമ്മളിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തത്, അതൊന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സംഗതി റിസ്ക്കാണ്, ചെറിയ വർക്കാണെങ്കിലും നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, ഇരിക്കുമ്പോൾ ശ്വാസം മുട്ടുന്നൊക്കെ പോലെ. എന്നിരുന്നാലും നമ്മളത് ജോയിൻ ചെയ്തിട്ട് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ അങ്ങോട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് നമ്മൾ സെയിം പൈപ്പ്, PVC പൈപ്പ് തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കത് നോക്കാം. അടുത്തത് നമ്മൾ 3/4 ഇഞ്ച് പൈപ്പിലാണ് ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഫാമിൽ നമ്മൾ വാട്ടർ കണക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടീയും 3/4 ഇഞ്ച് തന്നെയാണ് ടച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് 3/4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് ആവശ്യത്തിന്, നമുക്ക് എത്രയാണോ ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് മുറിക്കാം. ഞാനൊരു ഏകദേശം അളവ് വെച്ചിട്ട്, ഇതിനങ്ങനെ മീറ്റർ കണക്കോ അടിക്കണക്കോ ഒന്നുമില്ല, എൻ്റെ ഒരു കണ്ണളവ് പരിപാടിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കഷ്ണം നമ്മൾ എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. ഇനി ഇത് നമ്മൾ അവിടെ ടീയുടെ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണക്ഷൻ കൊടുക്കണം. ഇവിടെ ചെറുതായിട്ടൊരു പൊട്ടുണ്ട്, കാരണം ഓൾറെഡി വീട്ടിലുണ്ടായിരുന്ന പൈപ്പ്, ഫാമിന്റെ വർക്കിന് കൊണ്ടുവന്നിട്ടുള്ള പൈപ്പ് തന്നെയാണ്, ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇത് അവിടെയാണ് നമ്മൾ ടീയുടെ എക്സ്റ്റൻഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് അത് എന്ത് ചെയ്യണം, സോൾവെന്റ് വെച്ചിട്ട് നമ്മളത് ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ.
കുറച്ചങ്ങ് റിസ്ക് ഉണ്ട്, ഉള്ളിലേക്കാണുള്ളത്. എന്നിരുന്നാലും നോക്കാം. അതെന്തിനാ ഒന്നാ കൊടുക്കുന്നത്? ആയിക്കൊണ്ട. സാധാരണ ടാപ്പ് പൊട്ടിക്കുന്ന ഒരു ഈ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ത്രെഡ് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടാപ്പ് ഉപയോഗിക്കാറുണ്ട്. അത് മേടിക്കാൻ മറന്നു. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് മൈക്രോ പോറസ് ടാപ്പ് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് കട്ടിയുള്ളതായതുകൊണ്ടേ ചെറിയ രീതിയിൽ ഒരു ലെയറിങ് കൊടുത്തു. എന്നിട്ട് ഇതിലൂടെയാണ് ഇങ്ങനെ നമ്മുടെ ഇതിലേക്ക് സപ്ലൈ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മളത് ടൈറ്റ് ചെയ്യാൻ പോകുന്നത്. തിരിച്ച് ടൈറ്റ് ചെയ്യുന്ന ത്രെഡുള്ള ടൈപ്പാണ്, അതുകൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ മിസ്റ്റ് ചെയ്യുന്ന സെറ്റപ്പ് എന്ന് പറയുന്നത്. മോട്ടർ ഇതതിൻ്റെ പ്യൂരിഫയറാണ്. കാരണം പൊതുവേ നമുക്കറിയാം, കേട്ടുള്ളതാണ്, ചെറിയ നിബ്ബാവുമ്പോൾ അതിലൂടെ ചെറിയ കരടുകൾ വന്നാൽ പോലും ഇത് ലോക്കാവും അല്ലെങ്കിൽ സ്റ്റക്കാവും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്യൂരിഫയർ മസ്റ്റാണ്. പിന്നെ ഞാനിതിൻ്റെ ഇലക്ട്രോണിക് വശവും കാര്യങ്ങളൊക്കെ കുറച്ച് പുറകോട്ടായതുകൊണ്ട് ഓൾറെഡി ഇത് വാങ്ങിച്ച സ്ഥലത്ത് തന്നെ അവർ ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നു. ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഓൾറെഡി അവർ എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്, എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ സാധാരണ യൂസ് ചെയ്യുന്ന മോട്ടറല്ല, കുറച്ചും കൂടി കപ്പാസിറ്റി കൂടിയ മോട്ടറാണ് വാങ്ങിച്ചത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് വാൾവുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ചേമ്പറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇച്ചിരി വില കൂടുതലുണ്ട് ഇതിന്. എന്നിരുന്നാലും ഓൺലൈൻ കാണുന്ന പ്രൈസ് അല്ല, കുറച്ച് അതിൻ്റെ ഡബിൾ റേറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് മെറ്റീരിയൽ എല്ലാം കൂടി ചേർത്തിട്ട് ഇനി എനിക്ക് എൻ്റെ മറ്റ് ചേമ്പറുകളിലേക്ക് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 2000 രൂപ കൂടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈപ്പും നോസിലും മാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര സ്ഥലത്തേക്ക് വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കുറച്ച് പവർഫുൾ മോട്ടർ ഞാൻ വാങ്ങിച്ചു. ഇനി ഇതൊരു സെറ്റപ്പ് നോക്കുക. നമുക്ക് 4 ഹോളുകളുണ്ട്. ഈ 4 ഹോളുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഹാങ് ചെയ്യാം. കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ, വെള്ളം കൂടി വരുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ 4 ഹോളുകളുള്ളത് ബെറ്റർ ആയിരിക്കും. ആ 4 ഹോളുകളിലായിട്ടാണ് നമുക്കിത് ഹാങ് ചെയ്യേണ്ടത്. പിന്നെ അവർ തന്ന സമയത്ത് നമുക്കൊരു മന്ത്ലി വൺസോ ഒക്കെ നമ്മുടെ ഇതൊന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ പ്യൂരിഫയർ ചെക്ക് ചെയ്യണം. ആ പ്യൂരിഫയറിൽ അതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ആ ഒരു സ്പോഞ്ച് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഒരേ സ്പോഞ്ച് എടുത്തിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. സ്പോഞ്ചുകൾ നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഇത് അഴിക്കാൻ എനിക്കൊരു ടൂള്, ഇത് നമ്മൾ അഴിക്കുന്ന ടൂളാണ്. ഈസി ആയിട്ട് അഴിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നിരിക്കുന്ന ടൂളാണ്. ഞാൻ അഴിച്ച് നോക്കിയിട്ടില്ല, നമുക്ക് നോക്കാം. ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഇത് നമുക്കിന്ന് പോണ്ടേ? എന്റെ ഒരു കൈ എവിടെയാണ്? 2-3 കൈയായിട്ട് വന്നേണ്. ഇത് ഏത് ഭാഷയുടെ ഇത്? തൊണ്ടക്കുഴി ഇറുവിയെന്ന് തോന്നാൻ അനുഭവിച്ചോ? ഞാൻ അപ്പോഴേ പറഞ്ഞിപ്പ കേറല്ലേന്ന്. ഞാൻ ആക്രാന്തത്തോടെ വന്ന് കയറാൻ നിന്റെ അമ്മ വീടാരായത്? എടാ റെഡി പറഞ്ഞിട്ടല്ലേ കയറാവുള്ള. നീ അവിടെ സമാനപ്പെട്ട അവിടെ ഇരുന്നാണ്. നീ ചുമ്മാ അല്ലടാ, ഞാൻ ഒന്ന് ഊരി നോക്കട്ടെ. എനിക്ക് ഊരണ്ട, അവിടെ ഇരുന്നോട്ട്. എന്താ ചെയ്യാ, സമാനപ്പെട്ട ഇപ്പൊ രസമെടുത്ത. ഓ രക്ഷപ്പെട്ടു ഗായ്സ്. ഊരി. അപ്പൊ എങ്ങനെയാണ് ഊര? എനിക്കിതിനെ പറ്റി അറിയാത്തതുകൊണ്ട് കുറച്ച് പാടുണ്ടായിരുന്നു. ഇതാണ് ഫിൽറ്റർ. അപ്പൊ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ,
അപ്പൊ ഇങ്ങനെയാണ് ഊരേണ്ടത്. ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓക്കെ, എനിവേ ഞാനത് തിരിച്ച് അതുപോലെ അങ്ങോട്ട് പിടിപ്പിക്കാൻ തീരുമാനിച്ച്. ഈശ്വര കുടുങ്ങി. ഓക്കെ, നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ തിരി വരുന്നത്. അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വീണ്ടും ഞാൻ തിരിച്ച് ടൈറ്റ് ചെയ്തു. അപ്പം ഞാൻ ഓൾറെഡി അളന്നിട്ട് ആവശ്യത്തിലുള്ള ആണി കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് കഴിയുമെന്ന് പറഞ്ഞിട്ട് ഇരുന്നാണ്. അപ്പോൾ ഫിൽറ്ററിൻ്റെ ഊരി നോക്കി. അപ്പോൾ ഫിൽറ്റർ ഊരാൻ പറ്റും. ഒന്നും കൂടി കണ്ടോ, ഊരാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കൺഫേം. ഇനി നമുക്കിതിനെ ഹാങ് ചെയ്യാം. ഇതിനെ ഹാങ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ മറ്റ് പരിപാടികളുള്ളത്. അപ്പോൾ ഹാങ് ചെയ്യാൻ പോകുമ്പോൾ ഓൾറെഡി ഇവിടെ ചുമര്, ഇത് ചുമരാണ് കേട്ടോ, ഇത് വീടിൻ്റെ ചുമരാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് ആണി അത്യാവശ്യം ബലത്തിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി. അപ്പോൾ ആശാരം നമ്മൾ ചുമര് കയറ്റാൻ പോവാണ്. ഓൾറെഡി ഞാൻ അവിടെ അളന്ന് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അളവൊക്കെ കറക്റ്റ് അവിടെ ആദ്യത്തത് കയറിയിട്ടുണ്ട്, 2ഉം കയറി, 3ഉം കയറി. ഗൈസ് ഒരെണ്ണം പുറത്തുണ്ട്. പക്ഷെ 4 കാലിൽ വീണത് പോലെയാണ്, വലിയൊരു കുഴപ്പമില്ല. അതില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ തൽക്കാലം അങ്ങനെ പോകാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കണ്ണളവ് ചെറുതായിട്ടൊന്ന് പാടി. 3 എണ്ണം ലോക്ക് ആയിട്ടുണ്ട്, ഒരെണ്ണം പുറത്താണ്. കുഴപ്പമില്ല, നമുക്ക് ആവശ്യമുള്ള ബലമുണ്ട്. പിന്നെ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കാൻ പറ്റില്ല, ഇത് മോട്ടറും വയറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇതിനൊന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കവർ ചെയ്യേണ്ടി വരും. അത് നമുക്ക് പിന്നീട് ചെയ്യാം. ഇനി ബാക്കി എക്സ്റ്റൻഷൻ വർക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. ഇതിപ്പോൾ നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ കണക്ഷനാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കൊടുക്കാനൊരു സ്ഥലമുണ്ട്. ഇത് പിന്നെ ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് തന്നുകൊണ്ട് എനിക്ക് പണി ലാഭമായി. ഞാൻ അവരോട് പറഞ്ഞിരുന്നു എനിക്ക് ABCD അറിയില്ല, ഇതൊന്ന് സെറ്റ് ചെയ്ത് തരണം. അപ്പോൾ ഇത് കൂടെ വെള്ളം വന്ന് ടാങ്കിലത്തെ വെള്ളം ഈ പ്യൂരിഫയറിൽ കയറിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ മോട്ടർ വലിച്ചെടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ ക്ലീൻ ആക്കിയിട്ട് മാത്രമാണ് മുന്നോട്ട് പോവുക. എന്നാലും റിസ്ക് എലമെന്റ് ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിലൂടെയാണ് ഇനി സപ്ലൈ വരിക. അപ്പോൾ സപ്ലൈ ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് സപ്ലൈക്ക് യൂസ് ചെയ്യുന്ന പൈപ്പ്. ബൾക്കായിട്ട് എടുക്കുമ്പോൾ റേറ്റ് കുറവാണ്. ഇനി ഇത് നമ്മൾ ഈ ഫാമിന്റെ എവിടെയാണോ ഏതിലൂടെയാണോ നമ്മൾ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ അത് കൂടെയാണ് നമ്മൾ ഇതിന്റെ എക്സ്റ്റൻഷൻ വലിക്കേണ്ടത്. പക്ഷേ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന്റെ മുന്നേ അവർ പറഞ്ഞു താഴെ വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി, ടോപ്പിൽ സെറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്, ഈ കണ്ണളവ്. അപ്പോൾ ഇതിപ്പോൾ എവിടെയൊക്കെ പോയിട്ട് ഇതിന്റെ നിബ് നിൽക്കും എന്നുള്ളത് ഇവിടെ നിന്ന് നമ്മൾ ഏകദേശം എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം, ഹൈറ്റ് പ്രെഡിക്റ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നോക്കാം എന്താവും എന്നുള്ളത്. ഞാൻ കോൺഫിഡന്റ് ആണ്, നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വളരെ ഇത് പശ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടല്ല ഇതിന്റെ ഫിറ്റിംഗ് വരുന്നത്. ഇവിടെ കണ്ടോ ഈ കറങ്ങുന്ന ഒരു സാധനം കണ്ടോ, ഇതൊരു ജസ്റ്റ് ഒരു ലോക്കാണ്. അപ്പോൾ ഈ ലോക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങോട്ട് പുഷ് ചെയ്തിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെന്തായി, സെറ്റായി. ഉണ്ടോ, പശ ഇട്ട പോലെ തന്നെ എന്താണ്, ലോക്കായി. ഇനി നമുക്കിത് ഊരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇത് വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈസി ആയിട്ട് പോരുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ലോക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ലോക്ക് ചെയ്തു. ഇനി നമുക്ക് ഇടുക. ഇതാണ് നമ്മുടെ കട്ടിംഗ് ടൂള്. ഈ കട്ട് ചെയ്യുമ്പോൾ അവർ പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് കട്ട് ചെയ്തത്. കാരണം കറക്റ്റ് കട്ട് ചെയ്താലാണ് നമുക്കത് കറക്റ്റ് ലോക്ക് വരുള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് എന്തായി, കട്ടായി, വളരെ ഈസി ആയിട്ട് കട്ടായി. ഞാൻ വിചാരിച്ചു നല്ല ബലം കൊടുക്കേണ്ടി വരുന്നു, പക്ഷേ ഈസി ആയിട്ട് എന്തായിട്ടുണ്ട്, കട്ടായിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ സിസ്റ്റം പോലെ തന്നെയാണ്, ലോക്ക് ഉണ്ട് ഉണ്ടോ, ലോക്കിംഗ് ആണ് വരുന്നത്. ഇതുമ്പോൾ തന്നെയാണ് നമുക്ക് മിസ്റ്റിന്റെ നിബ് പിടിപ്പിക്കാൻ പോകുന്നത്. ഇതുമ്പോൾ തന്നെയാണ്, അത് നമുക്ക് വഴിയെ കാണാം. ലോക്കായി. ഇതിപ്പോൾ ഒരു T മോഡലിലാണ് നമ്മൾ എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്. ഇങ്ങനെ T മോഡൽ എക്സ്റ്റെൻഡ് ചെയ്ത് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 ലൈനായിട്ടാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒരു ലൈന് ഈ സൈഡിൽ കൂടി കൊണ്ടുപോകാൻ പറ്റും. ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ഗ്യാപ്പ് പാസേജിലൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ഈ മിസ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുള്ളൂ. നേരിട്ട് ബെഡിലേക്ക് കൊടുക്കാൻ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കില്ല. ഇൻ കേസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് 6 ബെഡുകളുടെ ലൈന് വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വളരെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ പിന്നീട് നമ്മൾ ഒരെണ്ണമൊക്കെ കൊടുക്കാം, ഒരു 2 മീറ്റർ 3 മീറ്റർ ഗ്യാപ്പിലൊക്കെ ഓരോന്ന് കൊടുക്കാം എന്നുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഒരു 1-1.5 മീറ്റർ ഗ്യാപ്പിലാണ് നമ്മൾ ഓരോ ഫോഗർ കൊടുക്കാൻ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ആ ടൈയുടെ കമണ്ടോ വരും, നമ്മളെ ടാഗ് അടിക്കും വെച്ചോ. അതുകൊണ്ട് നോക്കട്ടെ. അച്ഛൻ ചോദിക്കുമ്പോൾ എടുത്താൽ കേട്ടോ. ഇതെടുക്ക്. അല്ല, ഞാൻ ടൈ ഉണ്ട്. ഞാൻ കട്ട് ചെയ്തോണ്ട് കൊടുന്നോ. ഒരു ടൈം കൂടി കാട്ടിക്കാം.
അടിക്കാം. കട്ട് ചെയ്യുന്നവിടെ ഒരു ടീ. സംഗതി നമുക്കിതിൻ്റെ എല്ലാ സെറ്റപ്പും ഓൺലൈനിൽ അവൈലബിൾ ആണ്. പക്ഷെ പൊതുവേ ഓൺലൈനിൽ നമുക്കൊരു ഇലക്ട്രോണിക് ഐറ്റം വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു ടെൻഷനുള്ള കേസാണല്ലോ. ഞാനും ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഒരുപാട് നാളത്തെ അന്വേഷണത്തിന് ശേഷം ഞാൻ ആ ഷോപ്പ് കണ്ടെത്തിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്താൽ മതി. അല്ലെങ്കിൽ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ സപ്ലൈ ചെയ്ത് തരുന്ന, വളരെ ബൾക്കായിട്ട് ചെയ്യുന്ന ടീമാണ്. ഇങ്ങനെ ഇത് എൻഡ് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലോക്ക് ഇതെങ്ങനെ ഇങ്ങനൊരു സാധനം ലോക്കാണ്. അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എൻഡായി. ഇനി ടി അല്ലാതെ ഇതേപോലത്തെ എൽ ഷേപ്പ് ഉണ്ട്, അതും ഉപയോഗിക്കാം. അപ്പോൾ എൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാം. പിന്നെ മാത്രമല്ല നമുക്ക് ഈ മിസ്റ്റ് ആവശ്യമില്ലാത്തവർക്ക് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ക്യാപ്പ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലോക്ക് ചെയ്തിട്ട് ടൈലെടുക്കുക. ഇനി നമ്മൾ സെക്കൻഡ് ലൈന് പാരലലായിട്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഒരു ലൈന് കംപ്ലീറ്റ് കൊണ്ടുവന്നിട്ട് തൽക്കാലത്തേക്ക് എൻഡ് ചെയ്തു. നെക്സ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ലാഡർ നിന്നിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ താഴെ വെച്ചിട്ട് തന്നെ ചെയ്യുകയും ചെയ്യാം കേട്ടോ. താഴെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ താഴെ വെച്ച് ചെയ്യുമ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല കറക്റ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചെണ്ണം ഒന്ന് കയറിയിട്ട് തന്നെ ചെയ്തു. പക്ഷേ ഓരോ തവണയും കയറി ഇറങ്ങുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ട് തന്നെയാണ്. പരമാവധി ചെറിയ ചെറിയ ഗ്യാപ്പുകളിൽ തന്നെ ടൈ കൊടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊണ്ടുവരിക. എയർ പ്രഷർ വരുന്നതല്ലേ ഇത് കൂടെ. അപ്പോൾ ആ പ്രഷറിനനുസരിച്ചിട്ട് പിന്നീട് നമ്മുടെ പൈപ്പ് ലൂസാവുന്ന ഒരവസ്ഥ വരികയും വേണ്ട. ഫാമിൽ ബെഡ് വളരെ കുറവാണ്. മുന്നത്തെ വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ മൊത്തം ഇറക്കി ക്ലീൻ ചെയ്താണ്. അപ്പോൾ വളരെ വളരെ കുറച്ച് ബെഡുകൾ മാത്രമാണ് ഇപ്പോൾ ഫാമിലുള്ളത്. വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നൈറ്റ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാൻ നിൽക്കുന്നത്. ഈസി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്ത് തീർക്കാം എന്ന ബോധ്യം ഉണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത് ചെയ്തത്. വിളവെടുപ്പിന് ശേഷമാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ മറക്കരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. അത് എപ്പോഴും ധാരണ ഉണ്ടായിക്കോട്ടെ. ഇത്തവണ ഞാൻ കയറി ഇറങ്ങി മടുത്തപ്പോൾ താഴെ വെച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് എടുത്തത്. കുറച്ചെണ്ണ അധികം ഞാൻ താഴെ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തു. എന്നിട്ട് ഒന്നിച്ച് മുകളിൽ 1 by 1 ആയിട്ട് ടൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്രൻറ്റീസായിട്ട് കിച്ചുണ്ട് കൂടെ. അവന് വളരെ ഇൻട്രസ്റ്റഡ് ആണ് ആൾ. അതുകൊണ്ട് നമുക്കും കൂടെ കൂട്ടുമ്പോൾ രസമാണ്. കുറച്ച് കഴിഞ്ഞാൽ ആൾ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങുമെങ്കിലും ഉള്ള എനർജി സമയത്ത് നമുക്ക് വളരെ സപ്പോർട്ടീവായിട്ട് കിച്ചുണ്ട്. വർക്ക് നമ്മൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ടെസ്റ്റ് ഡോസ് എന്നുള്ള നിലയ്ക്ക് ഫുൾ ഏരിയ ഞാൻ കവർ ചെയ്യുന്നില്ല. തൽക്കാലത്തേക്കുള്ള കുറച്ച് ഏരിയാസാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. ഫോമിലായിരുന്നു
നമ്മൾ ട്യൂബ് പമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടത്തിൽ അതിൻ്റെ ഇളക്കം കൂടി ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈ ഇട്ടിട്ടൊന്ന് കെട്ടി മുറുക്കി കൊടുത്തു. ഇന്നത് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങണം, അല്ലെങ്കിൽ ഈ വർഷം സമയമില്ല എന്നുള്ളത് ഇറങ്ങിയതാണ്. ഇതിപ്പോൾ കുറേ തവണയായി കറണ്ട് പോകുന്നു വരുന്നു, സ്ഥിരം പ്രശ്നം. എന്താണെങ്കിലും ടോർച്ചിൻ്റെ ലൈറ്റിലാണെങ്കിലും നമ്മൾ വർക്ക് തീർക്കുകയാണ്. ഇത് എല്ലാവരും ട്രോളുന്ന പോലെ ആ കട്ടാണെന്ന് തോന്നുന്നു. ആവശ്യമുള്ള കണക്ടറും കാര്യങ്ങളൊക്കെ ടോർച്ചടിച്ച് എടുക്കാൻ കിച്ചു കൂടെ ഉണ്ട്. അപ്പോൾ താഴേക്ക് ഇറങ്ങണ്ട, അവൻ കളക്ട് ചെയ്തിട്ട് എനിക്ക് എടുത്തു തരും. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇതിലൂടെയാണ് നമുക്ക് ലിസ്റ്റായിട്ട് മാറാൻ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് വരികയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് കുടുങ്ങുന്നത്. പക്ഷെ ഇത് ക്ലീൻ ആക്കാനുള്ള പണി അവർ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ക്ലീൻ ആക്കുന്ന അവസരം വരികയാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന നമ്മളെ സഹായിക്കുന്നത്. സ്റ്റീലാണ്, അത്യാവശ്യം കനമുണ്ട്. ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ടീയുടെ രണ്ട് സൈഡ് നമ്മളിപ്പോ ജോയിന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ താഴത്തേക്ക് നിൽക്കുന്ന ലെഗിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിറ്റ് ചെയ്യുന്നത്. നമ്മള് പൈപ്പ് ഫിക്സ് ചെയ്ത അതേ മെക്കാനിസം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലോക്ക് ആവും. ജസ്റ്റ് ആ ലോക്ക് അവിടെ പ്രസ് ചെയ്ത്